കർണാടകയിൽ രാഷ്ട്രീയ വിവാദമായി മാറുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സ്വർണം കടത്തുന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി നടി രന്യ റാവു രംഗത്ത് വന്നു. അജ്ഞാത സംഘങ്ങളാണ് തനിക്ക് സ്വർണം കടത്താൻ നിർദ്ദേശം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി. എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളുടെ സാധ്യതകൾ തേടുകയാണ് അന്വേഷണ സംഘം. ആദ്യമായാണ് ദുബൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് സ്വർണം കടത്തുന്നതെന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള നടി രന്യ റാവു പറയുന്നു. ചോദ്യം ചെയ്യലിനിടയിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ. ദുബായിൽ നിന്ന് സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് രന്യയെ കസ്റ്റഡിയിലെടുത്തത്. തനിക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്നും നിരവധി കോളുകൾ ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞ രന്യ യൂട്യൂബ് വീഡിയോകൾ വഴിയാണ് സ്വർണം ഒളിപ്പിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതെന്നും മൊഴി നൽകി. കർണാടക DGP കെ രാമചന്ദ്ര റാവുവിന്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള മകളാണ് രന്യ. 14.2 കിലോഗ്രാം സ്വർണവുമായാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് രന്യയെ DRI അധികൃതർ കസ്റ്റഡിയിലെടുക്കുന്നത്. 12.56 കോടി രൂപയുടെ സ്വർണം ബിസ്ക്കറ്റ് രൂപത്തിൽ ദേഹത്തൊളിപ്പിച്ച് കടത്തുകയായിരുന്നു. മാർച്ച് 1 എനിക്ക് വിദേശ ഫോൺ നമ്പറിൽ നിന്നും ഒരു വിളി വന്നു. 2 ആഴ്ചയ്ക്കിടെ വിദേശത്തുള്ള നിരവധി അജ്ഞാത നമ്പറുകളിൽ നിന്നും കോളുകൾ ലഭിച്ചു. ദുബായ് വിമാനത്താവളത്തിന്റെ 3ാമത്തെ ടെർമിനലിന്റെ ഗേറ്റിലേക്ക് എത്താനായിരുന്നു നിർദ്ദേശം ലഭിച്ചത്. ദുബായ് വിമാനത്താവളത്തിൽ നിന്നും സ്വർണം സ്വീകരിച്ച് ബംഗളൂരുവിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം കിട്ടിയതെന്നും രന്യ പറഞ്ഞു. ദുബായിൽ നിന്ന് ആദ്യമായാണ് ബംഗളൂരുവിലേക്ക് സ്വർണം കടത്തുന്നത്. ദുബായിൽ നിന്നും ഇതിനു മുമ്പ് സ്വർണം വാങ്ങിച്ചിട്ട് പോലുമില്ലെന്നും രന്യ പറഞ്ഞു. നേരത്തെ നൽകിയ മൊഴികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നടിയുടെ മൊഴി.